അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒരു അറബിക് കോൺവെർസേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വ്യത്യസ്ത കോണ്ടസ്റ്റുകളിലുള്ള പദങ്ങൾ പഠിക്കൽ ഏത് ഭാഷ പഠിക്കുന്ന ആളുകൾക്കും നിർബന്ധമാണ്. ഇപ്പോൾ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഹിവാറല്ല ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നാം നടത്തുക. അതുപോലെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നമ്മുടെ സംഭാഷണം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വിവിധ കോണ്ടസ്റ്റുകളിലുള്ള സംഭാഷണങ്ങൾ, അവിടുത്തെ യൂസേജുകൾ പഠിക്കലും അങ്ങനെ വൊക്കാബുലറി ഉണ്ടാക്കലും ഒരു അറബി പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെയാണ് അവിടെ പെരുമാറുക, അവിടെയുള്ള വൊക്കാബുലറികൾ, അതുപോലെ അവിടുത്തെ കോണ്ടസ്റ്റ് അനുസരിച്ച് ഇന്ന സ്ഥലത്ത് എന്ത് പറയണം, അതുപോലെ അവിടുത്തെ വിവിധ ടേമുകൾ, ഇതെല്ലാമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഹിവാറും ഫിൽ മുസ്തഷ്ഫ, ഒരു ആശുപത്രിയിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം. ഇതിലെ രണ്ടാളുകളാണ് ഉള്ളത്, മുബീനും മുനീറുമാണ് ഉള്ളത്. നമുക്ക് സംഭാഷണത്തിലേക്ക് പോയി നോക്കാം. മുബീൻ പറയാണ് അസ്സലാമു അലൈക്കും. അപ്പോൾ മുനീർ അത് മടക്കാണ്, സലാം മടക്കാണ്. വ അലൈക്കുമുസ്സലാം. മുബീൻ ചോദിക്കുന്നു കൈഫ ഹാലുക്, സുഖം തന്നെയല്ലേ? മുനീർ മറുപടി പറയുന്നു സൈൻ അൽഹംദുലില്ല. വ അന്ത്, അൽഹംദുലില്ല, സുഖാണ്. നിങ്ങൾക്കോ, നിങ്ങളെ വർത്താനം എന്താ? മുബീൻ ബിൽ ഖൈരി വസ്സലാമ, അതെ സുഖമായിരിക്കുന്നു എന്ന് നമ്മുടെ മുബീൻ മറുപടി പറയാണ്. അപ്പോൾ മുനീർ ചോദിക്കാണ് ലിമാ അന്ത ഹുനാ ഫിൽ മുസ്തഷ്ഫ, എന്താണിപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ വരാൻ കാരണം? അപ്പോൾ മുബീൻ പറയാണ് അഖി ആബിദ് മൗജൂദുൻ ഹുനാ ബി ഇസോബത്തിഹി ഹാദിസത്തുൽ മുറൂർ. അഖി ആബിദ്, എൻ്റെ സഹോദരൻ ആബിദ്, മൗജൂദുൻ ഹുനാ, ഇവിടെയുണ്ട്, ബി ഇസോബത്തിഹി ഹാദിസത്തുൽ മുറൂർ, അവൻക്ക് ട്രാഫിക് ആക്സിഡൻറ്റ് പറ്റിയ കാരണത്താൽ. ഹാദിസത്തുൽ മുറൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് ആക്സിഡൻറ്റ്, ആ വാക്ക് നോട്ട് ചെയ്യണം. ഹാദിസത്തുൽ മുറൂർ, ട്രാഫിക് ആക്സിഡൻറ്റ്. മൗജൂദുൻ ഹുന, എൻ്റെ സഹോദരൻ ആബിദ് ഇവിടെ ഉണ്ട്. ബി ഇസോബത്തിഹി, അസോബ് യുസീബു എന്ന് പറഞ്ഞാൽ ഇഞ്ചർ, മുറിവ് പറ്റുക. അപ്പോൾ ബി ഇസോബത്തിഹി, അവൻക്ക് മുറിവ് പറ്റിയത് കൊണ്ട്, അവൻക്ക് ബാധിച്ചത് കൊണ്ട് എന്ത്? ഹാദിസത്തുൽ മുറൂർ, ട്രാഫിക് ആക്സിഡൻറ്റ്. അപ്പോൾ മുനീർ ചോദിക്കാണ് മിൻ ഐന വമത വഖഅത് ഹാദിഹിൽ ഹാദിസ. മിൻ ഐന, എവിടെ നിന്നാ പറ്റിയത്? വമത, എപ്പോഴാണ്? വഖഅത് ഹാദിഹിൽ ഹാദിസ, ഈ ഒരു ആക്സിഡൻറ്റ് എപ്പോഴാണ് സംഭവിച്ചത്? അപ്പോൾ മുനീർ പറയാണ് വഖഅത് ഹാദിഹിൽ ഹാദിസ ബി മദീനത്തി മാലാപുരം, ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് മലപ്പുറത്താണ്, മലപ്പുറം പട്ടണത്തിലാണ്. ഫിസ്സാഅത്തിൽ ഖാമിസ് മസാഅൻ, 5 മണിക്ക് അല്ലേ, 5 PM, വൈകുന്നേരം 5 മണിക്കാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ മുനീർ ചോദിക്കുകയാണ് കൈഫ വഖഅത് ഹാദിഹിൽ മുസീബ, എങ്ങനെയാണ് ഈ ഒരു വിപത്ത്, അപകടം പറ്റിയത്? മുബീൻ പറയുകയാണ് ഇസ്തദമ സയ്യാറത്തു അഖി, എൻ്റെ സഹോദരൻ്റെ സയ്യാറ, കാറ് കൂട്ടിയിടിച്ചു. ഇസ്തദമ എന്ന് പറഞ്ഞാൽ ക്ലാഷ്, കൂട്ടിയിടിച്ചു. ബിസയ്യാറത്തിൻ ഉഖ്റ, മറ്റൊരു കാറുമായി. വക്കാന യഖൂദു സയ്യാറത്തുഹു, എൻ്റെ സഹോദരൻ യഖൂദു സയ്യാറത്തുഹു, ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഖാദ യഖൂദു എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുക, റുഖ്സത്തുൽ ഖിയാദ എന്ന് പറയും, ലൈസൻസിന്. അപ്പോൾ വക്കാന യഖൂദു, അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. സയ്യാറത്തുഹു, അവൻ്റെ കാറ്. ഫി ആലിയത്തി സുർഅ, ഹൈ സ്പീഡ്, ആലിയത്തു സുർഅ, ഹൈ സ്പീഡ്, അതിവേഗതയിൽ അവൻ തൻ്റെ കാറ് ഡ്രൈവ് ചെയ്യുകയായിരുന്നു. മുനീർ ഹൽ റഅയ്ത സയ്യാറ ബാദൽ ഹാദിസ, അപ്പോൾ മുനീർ ചോദിച്ചു ഹൽ റഅയ്ത സയ്യാറ ബാദൽ ഹാദിസ, ആ ആക്സിഡൻറ്റിന് ശേഷം നീ ആ കാർ കണ്ടിരുന്നോ? അപ്പോൾ മുബീൻ പറയാണ് അജൽ, അതെ കണ്ടിരുന്നു. വയസ്ഉബു ലനാ അൻ നതസവ്വർ അന്ന മൻ കാന ബിഹാ ഹയ്യൽ ഈൻ
വയസ്ഉബുലന നമുക്ക് പ്രയാസമാകും അന്ന തസവ്വറ നമ്മൾ ചിന്തിക്കൽ ഭാവിക്കൽ എന്ത് അന്നമൻ കാന ബിഹ ആ കാറിലുള്ള ഒരുത്തൻ ഹയ്യൽ ഹീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കൽ പോലും ഭാവിക്കൽ ആലോചിക്കൽ പോലും നമുക്ക് പ്രയാസമാണ്. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അങ്ങനത്തെ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. മുനീർ ചോദിക്കാണ് അൽ ഷഹദഹന്നാസ് ജനങ്ങൾ കണ്ടോ ആ ആക്സിഡന്റ് നടക്കുന്നത് ജനങ്ങൾ കണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പോൾ മുബീൻ പറയാണ് ഷഹദഹ കസീറും മിനന്നാസ് ആ ആക്സിഡന്റ് ധാരാളം ജനങ്ങൾ കണ്ടു. വലഖദ് അഖദൂഹു ഇലൽ മുസ്തഷ്ഫ അവരാണ് അവനെ ഈ ആശുപത്രിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഫി സയ്യാറത്തിൽ ഇസ്ആഫ് ആംബുലൻസിൽ. സയ്യാറത്തുൽ ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ്. ആ പദം നോട്ട് ചെയ്യുക. മുനീർ ഹയ്യാ നസ്അൽ ലിൽ മുമർരിലത്തി അൻ ഹാലിഹി അപ്പോൾ നമ്മളെ മുനീർ പറയാണ് ഹയ്യാ നസ്അൽ ലിൽ മുമർരില അവിടെ ഒരു മീമ് വിട്ടു പോയിട്ടുണ്ട്. അത് മുമർരില എന്ന് വായിക്കണം. മുമർരില എന്ന് പറഞ്ഞാൽ നെയ്സ്. അപ്പോൾ മുനീർ പറയാണ് ഹയ്യാ നസ്അൽ ലിൽ മുമർരില നമുക്ക് നെയ്സിനോട് ചോദിക്കാം അൻ ഹാലിഹി ആ സഹോദരൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് നെയ്സിനോട് ചോദിക്കാം. അപ്പോൾ മുബീൻ കൈഫ അലു അഖി അൽ ഹീൻ അപ്പോൾ മുമർരിലത്തിനോട് നെയ്സിനോട് മുബീൻ ചോദിക്കാണ് കൈഫ ഹാലു അഖി അൽ ഹീൻ ഇപ്പോൾ എൻ്റെ സഹോദരൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ മുമർരിലത്ത് പറയാണ് ലഖദ് അദ്ഖല ഇലാ ഹുജ്റത്തിൽ അമലിയാത്ത് ലഖദ് ഉദ്ഖില മുമർരിലത്ത് പറയാണ് അവനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇലാ ഹുജ്റത്തിൽ അമലിയാത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അല്ലേ. മുന്നു നിസ്ഫിസ ഒരു അരമണിക്കൂറായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സഹോദരനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇസ്തൽസമൽ അംറു ഇജ്റാഅ അമലിയത്തിൻ ജിറാഹിയ ലഹു കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇസ്തൽസമൽ അംർ കാര്യം നിർബന്ധമായിട്ടുണ്ട്. എന്ത്? ഇജ്റാഅ അമലിയ ജിറാഹിയ ഓപ്പറേഷൻ നടത്തൽ ലഹു അവൻക്ക് വേണ്ടിയിട്ട്. അജ്റാ യുജിരി എന്ന് പറഞ്ഞാൽ നടത്തുക. എന്ത്? അമലിയ ജിറാഹിയ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ. ആ പദം നോട്ട് ചെയ്യുക. അമലിയ ജിറാഹിയ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓനക്കൊരു ഓപ്പറേഷൻ നടത്തേണ്ട സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മുബീൻ പറയാ ഹൽ മാസാല അല മിൻലദത്തിൽ അമലിയാത്ത് അവൻ ഇപ്പോഴും മിൻലദത്തിൽ അമലിയാത്ത് ഓപ്പറേറ്റിംഗ് ടേബിൾ തന്നെയാണോ? മിൻലദത്തിൽ അമലിയാത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ടേബിൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടേബിൾ എന്നും പറയാം. മിൻലദത്തിൽ അമലിയാത്ത് ഒരു പുതിയ പദമാണ്, അത് നോട്ട് ചെയ്യുക. മുമരിലത്ത് അപ്പോൾ നെയ്സ് പറയാം ലാതൊന്നും ദാലിക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. യുംകിനുക അൻ തസ്അല ലിത്തബീബ് നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം. യുംകിനുക നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. യു ക്യാൻ ആസ്ക് ഡോക്ടർ. മുബീൻ പറയാ അൽ അഖി അലാമ യുറാം യാ തൊബീബ് അൽ അഖി എൻ്റെ സഹോദരനാണോ? അലാമ യുറാം യാ തൊബീബ് ഡോക്ടറെ എൻ്റെ സഹോദരന് സുഖമാണോ? അലാമ യുറാം എന്ന് പറഞ്ഞാൽ ഫൈൻ എന്നാണ് അർത്ഥം. അപ്പോൾ അൽ അഖി അലാമ യുറാം എൻ്റെ സഹോദരന് സുഖമാണോ യാ തൊബീബ് ഡോക്ടറെ എന്ന് മുബീൻ ചോദിക്കുകയാണ്. ഇപ്പോൾ അലാമ യുറാം ഒരു പ്രയോഗമാണ്. അതുപോലെ കുല്ലി ഷൈഇൻ അലാമ യുറാം എന്ന് പറയലുണ്ട്. കൈഫ അലുക് എന്ന് ചോദിച്ചാലൊക്കെ കുല്ലി ഷൈഇൻ അലാമ അൽഹംദുലില്ലാ കുല്ലി ഷൈഇൻ അലാമ യുറാം ഓൾ ഈസ് റൈറ്റ്. അതുപോലെ എവറിത്തിങ് ഓക്കെ എന്നൊക്കെ പറയില്ലേ, എവറിത്തിങ് ഓൾ റൈറ്റ്, അതിനൊക്കെയാണ് കുല്ലി ഷൈഇൻ അലാമ യുറാം ഉപയോഗിക്കൽ. അലാമ യുറാം എന്ന് പറഞ്ഞാൽ ഫൈൻ എന്നൊക്കെയാണ് അർത്ഥം. ഫൈൻ വെൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ തൊബീബ് പറയാണ് ഇന്ദഹു അതുമും മക്സൂർ അവൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. അതും മക്സൂർ എല്ല് പൊട്ടിയിട്ടുണ്ട്. മക്സൂർ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടുകല്ലേ. അപ്പോൾ അവൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. വജുറുഹുൻ അമീഖ് അവനക്ക് വലിയ മുറിവ് പറ്റിയിട്ടുണ്ട്. ഫിൽ വജ്ഹ് മുഖത്ത്. വഅയ്ലൻ അതുപോലെ ലഖദ് ഖൽഖലയദുഹു അല്ലുംന അവൻ്റെ വലത് കൈ വേറിട്ടിട്ടുണ്ട്. എൻ കത്ഫിഹി അവൻ്റെ ചുമലിനെ തൊട്ട്. കത്ഫ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ. ഇപ്പോൾ ധാരാളം പരിക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ സഹോദരന്. അപ്പോൾ മുബീൻ ചോദിക്കാണ് അയുംകിനു അൻ നറാഹുലാൻ ഞങ്ങൾക്ക് ഇപ്പോൾ അവനൊന്ന് കാണാൻ സാധിക്കുമോ? അയുംകിനു അൻ നറാഹുലാൻ. അപ്പോൾ ആ യുംകിനു എന്നുള്ള പ്രയോഗമൊക്കെ നമ്മൾ എപ്പോഴും പ്രയോഗിക്കണം. അയുംകിനുനി അൻ അഫ്അല ദാലിക് എനിക്കത് ചെയ്യാൻ പറ്റുമോ?
അങ്ങനെയൊക്കെ ആ യുംകിനു എന്ന് ഫസ്റ്റ് ഇട്ട് നമുക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ തൊബി പറയാണ് തൊബ് അൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, തൊബ് അൻ ഓക്കെ, വലാക്കിൻ ലി മുദ്ദത്തി ബിൽ ദഖായിഖ് ഫഖത്ത്, പക്ഷേ ഏതാനും ചില മിനിറ്റുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. മിൻ ഫളിലിക്കുമ എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്ന അർത്ഥത്തിൽ. മിൻ ഫളിലിക്കുമ ഇവിടെ രണ്ടാളുണ്ടായതുകൊണ്ടാണ് മിൻ ഫളിലിക്കുമ എന്ന് പറഞ്ഞത്. അപ്പോൾ പ്ലീസ് നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടോളൂ, പക്ഷേ കുറച്ച് സമയം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദഖീഖത്തുൻ ജംഉ ദഖായിഖ്, മിനിറ്റ് അല്ലേ. തുബൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ ഓഫ് കോഴ്സ്, തീർച്ചയായും നിങ്ങൾക്ക് കാണാം, പക്ഷേ കുറച്ച് മിനിറ്റുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്നഹു ഫി ഖിസ്മി റിജാൽ, അവൻ ആണുങ്ങളുടെ പുരുഷന്മാരുടെ മെയിലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അല്ലെങ്കിൽ വാർഡിലാണ്. ഫി ഉറുഫത്തി 216 അല്ലേ, 216 റൂമിൽ. ലാ തുഖ്ലിഖുഹു ബിതകല്ലുമിക്കും ലഹു, ലാ തുഖ്ലിഖുഹു അവനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, ബിതകല്ലുമിക്കും നിങ്ങളുടെ സംസാരം കൊണ്ട്, ലഹു അവനോട് നിങ്ങൾ സംസാരിച്ച് അവനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. മുബീൻ എന്ന് അപ്പോൾ പറയാണ് നഅം ഓക്കെ. വറആഹു കിലാഹുമ, അങ്ങനെ അവർ രണ്ടുപേരും തൻ്റെ സഹോദരനെ കാണുന്നു, ആബിദിനെ കാണുന്നു. വബഅദ കുല്ലി ഇലാജ്, എല്ലാ ചികിത്സക്കും, വ അമലിയാത്ത് ജിറാഹിയ ഓപ്പറേഷനും ശേഷം. ഇലാജ് എന്ന് പറഞ്ഞാൽ ചികിത്സ, അമലിയാത്ത് ജിറാഹിയ നമ്മൾ മുമ്പ് പഠിച്ചു, ഓപ്പറേഷൻ. അപ്പോൾ ചികിത്സക്കും വ അമലിയാത്തിൻ ജിറാഹിയാത്ത് കാമില പൂർണ്ണമായ ഓപ്പറേഷനും ശേഷം മിന തൊബീബ് ഡോക്ടറിൽ നിന്നുള്ള പൂർണ്ണമായ ഓപ്പറേഷന് ശേഷം റജഉ മിനൽ മുസ്തഷ്ഫ അവർ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി. ബിക്കുല്ലി ഹുദു വളരെ സമാധാനത്തോടെ, വളരെ ശാന്തമായി. വസലാമത്തിൽ ഖൽബ് വളരെ മനസ്സമാധാനത്തോടെ. ഓക്കെ, അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് നമ്മൾ ഹിവാർ നടത്തുക, അതിലെ യൂസേജുകളൊക്കെ ഇതിൽ വന്നു, അതിലെ വൊക്കാബുലറിയൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള ഒരു കോണ്ടസ്റ്റ്, അറബിയിൽ ഹിവാർ നടത്തുമ്പോഴുള്ള ഒരു കോണ്ടസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വാഹ്റുദ വാനാൻ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.